കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നൊരു സിമ്പിൾ വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലെ തന്നെ എണീറ്റു, പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ നനച്ച്, പിന്നെ ഇങ്ങനത്തെ ചെറിയ പരിപാടികൾ, കിടക്ക വിരിക്കൽ അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ കുടിക്കലാന്ന് കേട്ടോ. ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒന്നിച്ച് തന്നെയാണ് ഞാൻ കഴിക്കൽ. ഇപ്പം കുറച്ചായിട്ട് അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ കുറച്ച് ലേറ്റ് ആവും എണീക്കാൻ. കാരണം സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് അവിടെ കിടക്കും. അർമാൻ്റെ മദ്രസയിൽ അയച്ചിട്ട് കുറച്ച് നേരം അവിടെ കിടക്കും. അങ്ങനെ ഞാൻ മുട്ടയുടെ മഞ്ഞ തിന്നാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഉണ്ട്. അപ്പോൾ ഞാൻ മുട്ടൻ്റെ മഞ്ഞ തിന്നൂല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. മക്കളെല്ലാം കഴിച്ചു കേട്ടോ. ഞാൻ പിന്നെ സമയത്തിന് അങ്ങനെ കൃത്യമായിട്ട് കഴിക്കുന്നൊരു വ്യക്തിയല്ല. അപ്പം ഏതെങ്കിലും നേരം അങ്ങനെയൊക്കെയാണ് ഫുഡൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് നട്ട്സെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കലാണ്. ഇത് ഞാൻ നട്ട്സെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയത്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. എനിക്കെന്തോ ഒരു ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് നട്ട്സൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അർഷാദൊക്കെ ഇങ്ങനെ കൊടുത്തയക്കലുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അങ്ങനെ നട്ട്സൊന്നും വാങ്ങില്ല. ആകെ ഉണക്കമുന്തിരി മാത്രം വാങ്ങും. പിന്നെ കാഷ്യൂ നട്ടും വാങ്ങും. അല്ലാതെ പിസ്തയും ബദാമൊന്നും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങലില്ല. അല്ല, അർഷാദൊക്കെ അങ്ങനെ കുറച്ചായിട്ട് കൊടുത്തു വിടും. ഇത് കുറച്ച് നേരം ഇതിലുണ്ടാവും. റൈസിൻസും പിന്നെ ബദാമും അവിടെ ബാക്കിയുണ്ടാവും. പിന്നെ എന്താ പറയുക, പിസ്തയും പിന്നെ അണ്ടിപ്പരിപ്പും ഉണ്ടാവില്ല. അതൊരു 10-15 മിനിറ്റ് ഉണ്ടാവും. രണ്ടാളും കാലിയാക്കിക്കോളും പെട്ടെന്ന് തന്നെ. അങ്ങനെ എല്ലാം ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇതിലിട്ട് വെച്ചാൽ കാണാൻ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ചെറിയ റേറ്റേ ഉള്ളൂ, 130 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിക്കലാന്ന്. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു. അർമാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും, കളിക്കാൻ പോകും, പിന്നെയും വരും. അങ്ങനെയാണ്. സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് വെറുതെ പുറത്തു പോയിട്ട് കളിക്കലാന്ന്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഫുഡ് പ്രിപ്പറേഷനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ആമസോണിലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഫേസ് വാഷും അതുപോലെ ഒരു സൺസ്ക്രീനും പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ വന്നാൽ എസാച്ച് വന്നിട്ട് അപ്പോൾ തുറക്കുക. ഓൾക്ക് അതിന് ഭയങ്കര ഇൻട്രസ്റ്റാണ് തുറക്കാൻ. എന്നെ തുറക്കാൻ വിടില്ല. അപ്പോൾ ഓൾ എന്നെ തുറന്നിട്ടുണ്ട്. ഇത് 270 രൂപക്കാണ് കേട്ടോ. രണ്ടും ഒരു ഓഫറിന് കിട്ടിയതാണ്. അപ്പോൾ ഓഫറിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഡെർമാ ടച്ചിൻ്റെ നല്ല പ്രൊഡക്റ്റ്. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ആഡ് വരുമ്പോൾ ഞാൻ പിന്നെ ഓർഡർ ആക്കുന്നതാണ് കേട്ടോ. മൾട്ടി വൈറ്റമിൻ്റെ അത് കുറച്ചായി ഞാനിപ്പോൾ യൂസ് ആക്കുന്നത്. SPF 15++++ PA ഉണ്ട് കേട്ടോ. അത് പിന്നെ ഒരു ഫേസ് വാഷും അതിപ്പോൾ ഞാൻ കുറച്ചായി യൂസ് ആക്കുന്നത്. അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ ചായ വെക്കലാന്ന് കേട്ടോ. ചായ പിന്നെ ഞാൻ ഉണ്ടാക്കും. വേറെ ഫുഡൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കലില്ല. നോമ്പ് കഴിഞ്ഞൊരു മടിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മ പിന്നെ ആരെയും കാത്തു വെക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് ആക്കിക്കോളും. എല്ലാം റെഡിയാക്കിയിട്ട് അങ്ങ് വെക്കും. പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ചായ കുടിക്കലാണ്. ചായക്ക് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞി കൽത്തപ്പം. അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. ഇത് നമ്മൾ മെയിനായിട്ട് നമ്മളെ ഗർഭിണികളുടെ ഗർഭസൽക്കാരത്തിന് ഉണ്ടാക്കുന്ന സാധനമാണ്. 7ാം മാസത്തിലൊക്കെ കൂട്ടിക്കൊണ്ടൊക്കെല്ലാം ഉണ്ടാവുമല്ലോ, അതിനുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. കണ്ണൂരിൽ ഇതാണ്. ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും. കണ്ണൂർ തലശ്ശേരി ഭാഗത്തിലാണിത്. കണ്ണൂർ വേറെ സ്ഥലത്തെല്ലാം വേറൊരു സാധനമാണ്. മറ്റേ ഈ ഇതുണ്ടല്ലോ നമ്മൾ ഉണ്ണിയപ്പം പോലത്തെ ഇതിൻ്റെ വെള്ളം. അങ്ങനെ ചായ കുടിക്കെല്ലാം കഴിഞ്ഞ് പിന്നെ എസാച്ചുവിൻ്റെ പണിയാണ്. എസാച്ചു പിന്നെ ചോളം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ഓൾക്ക് ഇങ്ങനത്തേനെല്ലാം നല്ല ഇൻട്രസ്റ്റാണ്. ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓള് ഉപ്പും വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കലാന്ന് കേട്ടോ. അടുപ്പത്തല്ല, നമ്മളെ ഇൻഡക്ഷൻ കുക്കറിൽ. അടുപ്പത്തുള്ള പരിപാടിയൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല കേട്ടോ. ഇത് ഓള് പിന്നെ ഇങ്ങനെ ഓൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെറിയ പണികളെല്ലാം എടുക്കും. ഓള് പിന്നെ നാരങ്ങ വെള്ളം കലക്കും, ഇടയ്ക്കിടയ്ക്ക് ടാങ്ക് കലക്കും, അങ്ങനത്തെ എല്ലാം പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. പിന്നെ എൻ്റെ 36 വീക്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഡെലിവറി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.